അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പവിത്രമായൊരു ഭൂമിയിൽ വെച്ചിട്ട്, പവിത്രമായ ഇടത്തിൽ വെച്ചിട്ട് മരണപ്പെടുക എന്നുള്ളത് അതൊരു വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരാളാണ് അബ്ദുൽ ഹമീദ് എന്ന ഈ 54-കാരൻ. മകൻ്റെയും ഭാര്യയോടൊപ്പമാണ് സൗദിയിലെത്തിയത്. അവിടുന്ന് ഒരു ഗ്രൂപ്പ് വഴിയിട്ട് ഉംറക്ക് പോയി. അങ്ങനെ ഉംറക്ക് പോയിട്ട് ഉംറയൊക്കെ നിർവഹിച്ചിട്ട് ഒടുവിൽ ഹബീബായ നബിയുടെ മണ്ണിലെത്തി. ഇതിനിടയിൽ മകളെ പോയി കണ്ടു. സന്തോഷം. വളരെ റാഹത്തായിട്ട് ആരോഗ്യത്തോടു കൂടി ഉംറക്ക് വന്ന അബ്ദുൽ ഹമീദിൻ്റെ ഉള്ളിൽ റൗല ഷരീഫിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നൊരു നിമിഷമാണ്. ആ ഒരു റൗല ഷരീഫിൻ്റെ അവിടെ നിന്ന് ഹൃദയത്തിന് വല്ലാത്തൊരാവേശം. എവിടെയാണ് നിൽക്കുന്നൊരു സ്ഥലം? എവിടെയാണ്? ഹബീബായ നബിയുടെ റൗല ഷരീഫിൻ്റെ അരികിൽ. ആരാണ് തൊട്ടപ്പുറത്തുള്ളത്? ഹബീബായ നബി. ഒരു നിമിഷം മനസ്സും ശരീരവും മുഴുവനും ആ ഹബീബായ നബിയിൽ അങ്ങ് ലയിച്ചു പോയൊരു നിമിഷം. സന്തോഷം കൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, ആ മനുഷ്യൻ്റെ ഹൃദയം അവിടെ നിലച്ചുപോയി. നമുക്കൊരു പേര് പറയാം, ഹൃദയസ്തംഭനം. അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു ചെറു പുഞ്ചിരി അപ്പോഴും ആ ചുണ്ടിൽ ബാക്കിയുണ്ട്. കണ്ണുകൾ അടച്ചു പിടിച്ച്, കൈകൾ ചേർത്ത് പിടിച്ച് അതേ ഒരു നൃത്തം. പിന്നീടാണ് പോലീസുകാർക്ക് മനസ്സിലായത്, റബ്ബേ, ഈ മനുഷ്യൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? നോക്കുമ്പോൾ അദ്ദേഹം തൊട്ട് നോക്കുമ്പോൾ താഴേക്ക് അങ്ങോട്ട് വീണു. ഉടൻ തന്നെ പ്രാഥമികമായ പരിശോധനകൾ നൽകി. അപ്പോഴാണ് ഈ മനുഷ്യൻ മരണപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എത്ര സുന്ദരമായ, എത്ര പവിത്രമായ, എത്ര ഭാഗ്യമുള്ളൊരു മരണമെന്ന് ആലോചിച്ച് നോക്ക്. ഉംറക്ക് വന്ന് ഉംറ നിർവഹിച്ച് എല്ലാ ആരാധനകളും നിർവഹിച്ച് ഭാര്യയുണ്ട്, മകനുണ്ട്, ഒരേ ഒരു മകളെയും കണ്ട് ഇനി ആ ഹബീബായ നബിയുടെ മണ്ണിൽ, ഹബീബായ നബിയുടെ ചാരത്ത് നിന്ന് തൻ്റെ ആഗ്രഹം എന്താണെന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ആ ഒരു നിമിഷത്തിൽ ലയിച്ചപ്പോൾ അള്ളാഹു അങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നൊരു സന്ദർഭം. ഇന്നലെ ഏഷ്യാനെറ്റിൽ ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ കണ്ടിട്ട്, ഇങ്ങനെയൊരു മരണം റബ്ബേ, നമ്മളും ആ ഒരു ഭൂമിയിലേക്ക് എത്തിയിട്ട് ആ ഒരു ഭൂമികയിൽ ഇങ്ങനെയൊരു മരണം കൊതിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ എത്രയോ തവണ മനസ്സുകൊണ്ട് ഹബീബായ നബിയുടെ മണ്ണോട് ചേർന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നല്ലൊരു പങ്കും ഉംറക്ക് പോയ ആളുകളുണ്ടാവും. ആ റൗല ഷരീഫിൻ്റെ തിരക്കിൽ നിന്നും മനസ്സുരുകി അവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു സാഹചര്യം കിട്ടുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ധന്യമായൊരു നിമിഷമാണ്. നമ്മൾ കരുതുന്ന ദുനിയാവിൽ നിന്ന് കിട്ടുന്നൊരു ഭാഗ്യമുണ്ട്, ആഖിറത്തിൽ നിന്ന് കിട്ടുന്നൊരു ഭാഗ്യമുണ്ട്. രണ്ട് ഭാഗ്യങ്ങളും കൂടി സമ്മേളിക്കുന്ന ചില അപൂർവ ഇടങ്ങളുണ്ട്. അത്തരമൊരു ഭാഗ്യമാണ് ആ ഹബീബായ നബിയുടെ ചാരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ മുഴുകി ഹൃദയസ്തംഭനത്തോടു കൂടി മരണപ്പെടുക എന്നുള്ളത്. അബ്ദുൽ ഹമീദ് എന്നീ മനുഷ്യൻ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് അത്തരമൊരു സ്ഥിതിവിശേഷത്തിലാണ്. അള്ളാഹു നമുക്കൊക്കെ, നമ്മൾ ഈ വീഡിയോ കാണുന്ന നമുക്കൊക്കെ ഈമാനോടുകൂടിയുള്ള ഏറ്റവും ഭാഗ്യമുള്ളൊരു മരണത്തിൽ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അത്തരം ഭാഗ്യങ്ങൾ നമുക്കും അള്ളാഹ് കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും റൗല ഷരീഫിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയിട്ട്, റബ്ബേ, ഇനി എന്നെ അങ്ങോട്ട് സ്വീകരിച്ചാലും എന്ന് ആഗ്രഹിച്ച ആളുകളുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറ. ഉംറയൊക്കെ നിർവഹിച്ച് അല്ലെങ്കിൽ ഹജ്ജൊക്കെ നിർവഹിച്ച് നമ്മൾ ആ മദീനയുടെ പുണ്യമായ ഭൂമിയിലെത്തിയിട്ട് ഇനി റൗല ഷരീഫിൽ ആ പരിസരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹബീബായ നബിയോടൊപ്പമാണ്. അബൂബക്കർ റളിയല്ലാഹു അടുത്തുണ്ട്, ഉമർ റളിയല്ലാഹു അടുത്തുണ്ട്, എല്ലാവരും നമ്മുടെ അടുത്തുണ്ട് എന്ന് തോന്നുമ്പോൾ കണ്ണുകൾ അറിഞ്ഞുകൊണ്ട് അടച്ചിട്ട് ഏകാഗ്രമായിട്ട് നമ്മൾ കൊതിച്ചിട്ടുണ്ടോ മരണം? എനിക്കറിഞ്ഞൂടാ. നമുക്കാകെയുള്ളൊരാഗ്രഹം, ഇൻഷാ അല്ലാഹ് അവിടെ പോകണം എന്നൊരാഗ്രഹമുണ്ട്. ആ മണ്ണിലൊന്ന് കാലുകുത്തണം, ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം, കൽബ് കൊണ്ട് കാണണം എന്നുള്ളത്. അള്ളാഹു നമുക്കൊക്കെ ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഞാൻ ഇന്നൊരു ചരിത്രം പറയാം. ഇതുമായി ബന്ധപ്പെടുന്നൊരു ചരിത്രം. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മഹാവ്യക്തിത്വത്തെക്കുറിച്ച് റളിയല്ലാഹു അൻഹു. ഹിജ്റ 6ാം നൂറ്റാണ്ടിൽ അധികം വൈകാതെ സ്വഹാബികളെ കണ്ട് ജീവിച്ച് പഠിച്ച വളരെ വലിയ സൂഫി ഗുരുവാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഹസൻ എന്ന പേരിട്ട് തന്നെ ഉമർ റളിയല്ലാഹു ആണ് എന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. ഒരിക്കൽ ഹസൻ ബസ്രി റളിയല്ലാഹു നടന്നു പോകുമ്പോൾ ഒരു ആത്മീയമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ സദ്യക്ക് ക്ഷണിച്ചു. അദ്ദേഹം അവിടെ ഇരുന്നു. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം മനസ്സിൽ കരുതിയിട്ടുണ്ട് ഹസൻ ബസ്രി റളിയല്ലാഹു. ആതിഥേയനെ നന്നായിട്ട് അറിയാം. അങ്ങനെ നല്ല സുഭിക്ഷമായ, ഒരല്പം സുഭിക്ഷമായ ഭക്ഷണം തളികയിൽ കൊണ്ടുവച്ചപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന് ഉള്ളിലൊരാഗ്രഹം തോന്നി. പടച്ചോനെ, ഇത്രയും നല്ല ഭക്ഷണം, കുഴപ്പമില്ല, നന്നായിട്ട് കിട്ടുന്നുണ്ട്, ഇത് കഴിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ട് തിന്നാൻ നേരത്താണ് ഒരു യാചകൻ വന്നത്. ആ യാചകൻ വന്നിട്ട് വീട്ടുകാർ വെച്ച് വല്ലതും എനിക്ക് തരണേ. അപ്പോൾ ഇന്നത്തെ പോലെയല്ല, ഒരു പാത്രത്തിൽ തന്നെ എല്ലാവരും തിന്നുന്നൊരു ശീലമാണ്. ആ മുഴുവൻ ഭക്ഷണവും ആ യാചകൻ അങ്ങോട്ട് കൊടുത്തു ആ ഒരു വീട്ടുകാരൻ. ഹസൻ ബസ്രി റളിയല്ലാഹുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം. പടച്ചോരെ,
തിന്നാൻ വേണ്ടി കൈ ഉയർത്തിയതായിരുന്നല്ലോ. ഇയാൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അയാളും പട്ടിണിയിലായി, ഞാനും പട്ടിണിയിലായി. ഇയാൾ എന്തിനാണ് ആകെയുള്ള ഭക്ഷണമായ യാചകന് കൊടുത്തത് എന്നുള്ളത്. ഇത് ഹസൻ ബസരിയുടെ മനസ്സിൽ മാത്രമല്ല, ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാണിച്ചത്? ശരിയല്ല. എന്നെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഈ ഭക്ഷണം എൻ്റെ മുന്നിൽ നിന്ന് ആ മനുഷ്യർക്ക് കൊടുത്തത് എന്തായിപ്പോയി? മോശമായിപ്പോയി. ആ വീട്ടുകാരൻ ഒന്നും പറഞ്ഞില്ല. ഒരു സുന്ദരമായൊരു ചിരി സമ്മാനിച്ചു. ഒരല്പനേരം കഴിഞ്ഞപ്പോഴുണ്ട് ഒരു വിളി. ഒരു സ്ത്രീയുടെ ശബ്ദമാണ്. തൊട്ടപ്പുറത്തുള്ള വളരെ വലിയ കോടീശ്വരിയായ സ്ത്രീ ഒരു തളിക നിറയെ വിഭവസമൃദ്ധമായ മാംസങ്ങളൊക്കെ നിറച്ച വളരെ വലിയ ഉന്നതമായ ഭക്ഷണങ്ങളും പഴങ്ങളും കൊണ്ടുവന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വീട്ടിലെ വിരുന്നൊക്കെ കഴിഞ്ഞു, കുറച്ച് നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇനി വല്ല നിങ്ങൾക്ക് ബാക്കിയായത് മറ്റാർക്കെങ്കിലും കൊടുത്തോളൂ എന്ന് പറഞ്ഞ് വയറ് നിറയെ തിന്നാനുള്ളതുണ്ട്. ഹസൻ ബസ്രി റളിയല്ലാഹുവിന്റെ കണ്ണങ്ങോട്ട് നിറഞ്ഞു. പടച്ച റബ്ബേ, ആകെയുണ്ടായിരുന്ന ഭക്ഷണം ദാനം ചെയ്ത് നോക്കുമ്പോൾ അതിലും മികച്ച ഭക്ഷണമാണ് റബ്ബേ സമ്മാനമായിട്ട് കിട്ടിയത് എന്നുള്ളത്. ആ വീട്ടുകാരൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഹസൻ ബസരി, നിങ്ങൾക്കൊരല്പം തവക്കുല് കുറവുണ്ടല്ലേ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും, അത് ഉറപ്പാണ്. ആ ഒരു റൗള ഷരീഫിന്റെ മുന്നിൽ നിന്ന്, എൻ്റെ ഹബീബായ നബിയുടെ മുന്നിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി എന്നെ നീ അങ്ങോട്ട് സ്വീകരിച്ചോളൂ, ഇപ്പൊ ഞാൻ വിശുദ്ധനാണെന്ന് ആ പാവം മനുഷ്യൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമോ? ഉണ്ടെങ്കിൽ, തവക്കുലാണെങ്കിൽ, അത് വിശ്വാസ്യപൂർണമാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും. ഹൈറാണെങ്കിൽ. ഹസൻ ബസ്രി റളിയല്ലാഹു മനസ്സിലായി, തനിക്ക് എന്തോ ഒന്നിൻ്റെ കുറവുണ്ട്, ഒരല്പം തവക്കുലിൻ്റെ കുറവുണ്ട്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ പേടിക്കാനില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ പ്രയാസങ്ങളിലൂടെ പോണ ആളുകളുണ്ട്. നമ്മുടെ പങ്കാളി പ്രശ്നമാണ്, ഭർത്താവ് പ്രശ്നമാണ്, ഭാര്യ പ്രശ്നമാണ്, വീടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പ്രശ്നങ്ങളേ ഉള്ളൂ. ഹസൻ ബസ്രി റളിയല്ലാഹു ഒരിക്കൽ മക്കത്തേക്ക് ഹജ്ജിന് പോകുന്ന സമയത്ത് കൂടെയുള്ള ആളുകൾ ഭയങ്കരമായിട്ട് ദാഹം, കയ്യിൽ വെള്ളമില്ല, വെള്ളമുള്ളത് കഴിഞ്ഞു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കിണർ കണ്ടത്. കോരി കുടിക്കാൻ ഇതിൻ്റെ ഈ കയറും ബക്കറ്റും വേണ്ടേ? അത്രയും ആഴമുണ്ട്, ഇറങ്ങാനും പറ്റില്ല, വലിയ കിണറാണ്. ഉടൻ തന്നെ എല്ലാവരും പറഞ്ഞു ഹസൻ ബസ്രിയോട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. ഹസൻ ബസ്രി പറഞ്ഞു, നമ്മളെല്ലാവരും അള്ളാഹുവിൽ അങ്ങോട്ട് തവക്കുൽ ഭരമേൽപ്പിക്കുക, ആ വെള്ളം നമുക്ക് കിട്ടട്ടെ. അങ്ങനെ ഇത് അത്ഭുതം. ആ അടിഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന വെള്ളം അങ്ങോട്ട് മുകളിലേക്ക് കയറി എല്ലാവരും കയ്യിലുള്ള തുകൽപാത്രം കൊണ്ട് കോരി എടുത്തു കുടിച്ചു. ഹസൻ ബസ്രി പറഞ്ഞു, കുടിക്കാനുള്ളത് മാത്രം കുടിക്കുക, ഒരാൾ മാത്രം. ഇനിയും യാത്രയിൽ വെള്ളത്തിൻ്റെ ആവശ്യം വന്നാലോ? ഒരല്പം ശേഖരിച്ചു വെച്ചു. അത്ഭുതം, ഉടൻ തന്നെ ആ വെള്ളം താഴോട്ട് പോയി, പഴയതുപോലെയായി. മറ്റുള്ളവർ ചോദിച്ചു, എന്തു പറ്റി? പെട്ടെന്ന് വെള്ളം താഴോട്ട് പോയല്ലോ. ആരോ തവക്കുൽ അല്പം കുറവുള്ള ഒരാൾ, ഇനിയും വെള്ളത്തിൻ്റെ ആവശ്യം വരുമോ എന്ന് കരുതിയിട്ട് ശേഖരിച്ചു വെച്ച ഒരാൾ ഉണ്ടായിരിക്കണം. ആ മനുഷ്യൻ തൻ്റെ തെറ്റ് ഏറ്റു പറഞ്ഞു. അതെ, അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുക. നമ്മൾ എവിടെയാണെങ്കിലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കതിന് രക്ഷയുണ്ടാകും. ഒരു സൂഫി ഗുരുവിൻ്റെ അരികിലേക്ക് ഒരു ശിഷ്യൻ കടന്നു വന്നിട്ടില്ല, യുവാവായ ശിഷ്യൻ. ആ യുവാവായ ശിഷ്യനോട് ഗുരുവിന് വല്ലാത്ത സ്നേഹം. ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അവിടെയുള്ള പഴയ ശിഷ്യന്മാർക്കൊക്കെ തോന്നി, ഒരാഴ്ച വന്ന പുതിയൊരാളോട് ഗുരുവിന് ഇത്ര സ്നേഹം, നമ്മളോടില്ലാത്ത സ്നേഹം, ഗുരു ചെയ്യുന്നത് അത്ര ശരിയാണോ? ഈ ഒരു സന്ദേഹം ഗുരു മനസ്സിലാക്കി. ഗുരു എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചു വരുത്തി. കൂട്ടത്തിൽ ഈ ഒരാഴ്ച മാത്രം പഴക്കമുള്ള ഈ യുവാവായ ശിഷ്യനും ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്താം, ഇതിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളത്. എല്ലാവരും കരുതി, ഏതായാലും ഒരാഴ്ച കൊണ്ട് വന്ന ഒരാൾക്കുള്ള പഠനത്തേക്കാൾ മികച്ചവർ നമ്മൾ തന്നെയാണ്, ഇതിലെന്തായാലും ഇയാൾ തോറ്റുപോകും. പരീക്ഷണം ഇങ്ങനെയാണ്, നിങ്ങൾ കടയിൽ പോയി ഒരു കോഴിയെ കൊണ്ടുവന്ന് ആരും കാണാതെ അറുത്ത് കറിയാക്കി കൊണ്ടുവരണം. ഉടൻ തന്നെ ശിഷ്യന്മാർ പോയി 4 വഴിക്കും പോയി. കുറേ മണിക്കൂറുകൾ ബാക്കിയുണ്ട് ചെയ്യാൻ. അങ്ങനെ ഓരോരുത്തരും അതാ വ്യത്യസ്ത കറികളുമായിട്ട് വരികയാണ്. ഈ യുവാവ് മാത്രം കോഴിനേറ്റാ വരുന്നത്, അറുത്തിട്ടുന്നില്ല. എല്ലാവരും കരുതി, പൊന്നു മോനെ, അനക്കിങ്ങനെ ഒളിപ്പിച്ചു വെച്ച് അറക്കാനുള്ള ഐഡിയകളൊന്നും വശമില്ല, നീ തോറ്റത് തന്നെ. ഒന്നാമനാ ശിഷ്യൻ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ചോദിച്ചു, നീ എങ്ങനെ അറുത്തു ആരും കാണാതെ? ഞാൻ കടയിൽ പോയി, വീട്ടിൽ പോയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് ആകെ ഇരുട്ടൊക്കെ എടുത്തിട്ട് കാത്തി മുറിച്ചു. രണ്ടാമത്തോന് ഞാൻ തന്നെ കാണണ്ടെന്ന് കരുതി ഞാൻ തന്നെ എൻ്റെ കണ്ണടച്ചിട്ട് ആരും കാണണ്ടായിരുന്നു. ഓരോരുത്തർ രഹസ്യമാക്കി അറുത്തതിൻ്റെ കഥ പറഞ്ഞു. അവസാനം ഒരാഴ്ച മാത്രം പരിചയമുള്ള ഈ ശിഷ്യനോട് ചോദിച്ചു, നീ എന്താ അറുക്കാതെ ഇരുന്നത്? ആരും കാണാതെ അറുക്കാൻ പറ്റൂലല്ലോ, എൻ്റെ പടച്ചോൻ കാണൂലേ? ആരും കാണാതെ അറുക്കാനാ പറഞ്ഞത്. അള്ളാഹു കാണാതെ ഏത് സ്ഥലമുള്ളത്, ഏത് സന്ദർഭമുള്ളത്?
കണ്ടില്ലേ, ഇതാണ് ഒരാഴ്ച മാത്രം പഴക്കമുണ്ടെങ്കിലും ഈ ശിഷ്യനോട് ഗുരുവിനൊരല്പം തവക്കുൽ, അള്ളാഹുവിലുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ വിജയം. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ കഥകൾ ഇമാം ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സൂഫി കഥയൊക്കെ മുൻപ് കേട്ട ആളുകളാണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ.